ഡിവൈഎഫ്ഐക്ക് പകരം ഡിവൈഎഫ്ഐ മാത്രമാണെന്ന് ആ യുവജന പ്രസ്ഥാനം ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ യുവജന പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരന്തബാധിതർക്കായി 100 വീടുകൾ നിർമ്മിക്കാൻ 20 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഇന്ത്യയിലെ തന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രത്തിൽ സാധിക്കാത്തൊരു നേട്ടമാണ് ഡിവൈഎഫ്ഐ ആക്രിപെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ വലിയ മുന്നേറ്റത്തിനെ കുറിച്ച് കെ.ടി. ജലീൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാവുകയാണ്. നമുക്ക് മറ്റാമുഖങ്ങളില്ലാതെ ആ കുറിപ്പ് നിന്ന് വായിക്കാം. ഡിവൈഎഫ്ഐക്ക് പകരം ഡിവൈഎഫ്ഐ മാത്രം. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകൾ ഒരുക്കാൻ ഡിവൈഎഫ്ഐ വിവിധ പ്രോഗ്രാമുകളിലൂടെ സമാഹരിച്ച് നൽകിയത് 20 കോടി രൂപ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു യുവജന സംഘടനയ്ക്കും ഇന്നോളം കഴിയാത്ത നേട്ടം. ഭാവിയിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത മഹാകാര്യം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വന്തം പ്രയത്നത്തിലൂടെ സ്വന്തമാക്കിയ സൽകീർത്തി കാലങ്ങളെ അതിജയിച്ച് നിലനിൽക്കും. ഒരു പൈസ ഒരാളിൽ നിന്നും പിരിക്കാതെയാണ് നാടിൻ്റെ പുതുയൗവനം ലോകത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ചത്. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഓർത്ത് അഭിമാനിക്കാം. അവർക്കിരിക്കട്ടെ ഈ റംസാനിലെ പുണ്യങ്ങളുടെ കുതിരപ്പവൻ. ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെയും വിയർപ്പിന്റെ വിലയാണ് അവർ വയനാട് ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറിയ 20 കോടി. റസീറ്റ് ബുക്ക് ഉണ്ടാക്കി പിരിച്ചിട്ടല്ല ഡിവൈഎഫ്ഐ ഭീമമായ ആ തുക സമാഹരിച്ചത്. പള്ളികളിൽ നിന്നും വെള്ളിയാഴ്ച ബക്കറ്റിൽ ശേഖരിച്ചതുമല്ല ആ തുക. ക്ഷേത്രങ്ങളിൽ നിന്നും ചർച്ചുകളിൽ നിന്നോ സ്വരൂപിച്ചുണ്ടാക്കിയതുമല്ല 20 കോടി. പ്രവാസികൾക്കും നാട്ടുകാർക്കും ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് പണശേഖരണ മത്സരണം നടത്തി നേതാക്കന്മാർ ബിഗ് സ്ക്രീനിന്റെ മുന്നിലിരുന്ന് കൈ നനയാതെ വാങ്ങിക്കൂട്ടിയതുമല്ല ആ 20 കോടി. 25,000 യൂണിറ്റുകളിലെ ലക്ഷക്കണക്കിന് വരുന്ന ഡിവൈഎഫ്ഐയുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയും കല്യാണ വീടുകളിൽ കാറ്ററിംഗ് ജോലി എടുത്തും ഫ്ളാറ്റുകളിലെയും വഴിയോരങ്ങളിലെയും കാറ് കഴുകിയും കിട്ടിയ വിയർപ്പിന്റെ മണമുള്ള വേതനം കരുതി വെച്ചുണ്ടാക്കിയതാണ് ആ 20 കോടി. വീടുകളിൽ നിന്ന് പാഴ്വസ്തുക്കളും പഴയ പത്രങ്ങളും ശേഖരിച്ചും നാളികേര കർഷകരിൽ നിന്നും നാളികേരങ്ങൾ സ്വരൂപിച്ചും തെരുവുകളിൽ നിന്ന് ആക്രികൾ പെറുക്കിക്കൂട്ടിയും വിറ്റ് കിട്ടിയ പണം ഒരു കൂട്ടി വെച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് ആ 20 കോടി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മത്സ്യം വിറ്റും പപ്പടം വിറ്റും ചായക്കടകൾ നടത്തിയും അച്ചാറ് വിൽപ്പന നടത്തിയും അപ്പങ്ങൾ വിറ്റും ബിരിയാണി ചലഞ്ചുകൾ നടത്തിയും പായസം ചലഞ്ചുകൾ സംഘടിപ്പിച്ചും സമാഹരിച്ച സംഖ്യയാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ നൽകിയ 20 കോടി. ഇതിനു പുറമെ 47 ലക്ഷത്തിലധികം രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേറെയും അവർ വയനാട്ടിൽ നടത്തിയിരുന്നു. എന്നെ അതിശയിപ്പിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ്. കിട്ടുന്ന ഓരോ നാണയത്തുട്ടിനും അവർ കൃത്യമായി കണക്ക് വെച്ചു. സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി മുതൽ താഴെ തട്ടിലെ പ്രവർത്തകൻ വരെ ഡിവൈഎഫ്ഐ നടത്തിയ ക്യാമ്പയിൻ്റെ കണ്ണികളായി. ലഭിച്ച പണത്തിൽ നിന്നും 1 രൂപ പോലും എടുത്തവർ പുട്ടടിച്ചില്ല. ഒട്ടിയ വയറുമായി കേരളമൊട്ടുക്കും അവർ അലഞ്ഞു. വീട് വീടാന്തരം കയറി ഇറങ്ങി. പിരിച്ചു കിട്ടുന്നത് മുക്കി നക്കുന്ന ഏർപ്പാടില്ലാത്തത് കൊണ്ട് 1 നയാ പൈസ പോലും അവരുടെ കണക്ക് പുസ്തകത്തിൽ ഇടം പിടിക്കാതെ പോയില്ല. ഒരു ഗ്രൂപ്പ് ജനങ്ങളിൽ നിന്നും പിരിക്കാതെ സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ ദുരിതം പേറുന്നവരെ സഹായിക്കാൻ ലോകത്ത് തന്നെ ഒരു യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞതായി ഞാൻ എവിടെയും വായിച്ചതോർക്കുന്നില്ല. അങ്ങനെ വായിച്ചവരെ, കേട്ടവരോ മനസ്സിലാക്കിയവരോ ഉണ്ടെങ്കിൽ അവർക്കത് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. കേരളത്തിലെ ജനങ്ങൾ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് അവരുണ്ടാക്കിയ അമൂല്യമായ 20 കോടി 47 ലക്ഷം രൂപ. റീൽസ് എടുക്കാൻ പ്രൊഫഷണൽസിനെ വെച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ നടന്മാർ അഭിനയിക്കും പോലെ അഭിനയിച്ച് തിമിർത്ത് നാട്ടുകാരെ പറ്റിക്കലല്ല യുവജന സംഘടനാ പ്രവർത്തനമെന്ന് മാലോകർക്ക് കാണിച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചത് ഒരു റെക്കോർഡ് തന്നെയാണ്. കേരളത്തിലെ ഇതര യുവജന സംഘടനകൾക്ക് ഡിവൈഎഫ്ഐയെ എല്ലാ അർത്ഥത്തിലും അനുകരിക്കാം. റംസാൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുന്ന നാളുകൾ പുണ്യപ്രവർത്തികൾക്ക് ഒരുപാടിരട്ടി പ്രതിഫലം ലഭിക്കുന്ന രാപ്പകലുകളാൽ നിർഭരമാണ്. പടച്ച തമ്പുരാൻ ഡിവൈഎഫ്ഐക്കാർക്ക് തക്ക പ്രതിഫലം നൽകട്ടെ.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീൽ തൻ്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കെ ടി ജലീൽ പറഞ്ഞ ആദ്യ വാചകം തന്നെയാണ് കാര്യം മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ഡിവൈഎഫ്ഐക്ക് പകരം ഡിവൈഎഫ്ഐ മാത്രം. കാരണം കേരളത്തിൽ നിരവധി യുവജന സംഘടനകളുണ്ട്. BJPയുടെ യുവമോർച്ചയുണ്ട്, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് ഉണ്ട്, അങ്ങനെ നിരവധി യുവജന സംഘടനകൾ. പക്ഷേ പണം പിരിച്ചും നാട്ടുകാർക്ക് രസീത് എഴുതി കൊടുത്തുമല്ലാതെ പിരിവ് നടത്തി ശീലമില്ലാത്തവരുടെ മുമ്പിൽ ആക്രിബറിക്ക് മുതൽ കാറു കഴുകി വരെ പണമുണ്ടാക്കി അത് വയനാടിനായി കൃത്യമായി സമർപ്പിക്കാൻ ഒരു യുവജന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ യുവജന സംഘടനയുടെ മേന്മ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 20 കോടി രൂപയാണ്, 20 കോടിയിലേറെ രൂപയാണ് ഡിവൈഎഫ്ഐ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് 100 വീടുകൾ നിർമ്മിക്കാനായി സമർപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനം മുൻപ് പല ഘട്ടങ്ങളിലും സമരങ്ങളിലൂടെ മാതൃക തീർത്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒരു പുതിയ രീതിയിലൂടെ ഡിവൈഎഫ്ഐ മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾക്കും മറ്റ് സംഘടനകൾക്കും മാതൃക തീർക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.